ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ചേരുവകളൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ തന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തലേദിവസം ഉണ്ടാക്കി അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി കഴിക്കണം. ആ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിന് ഇത്രയൊരു ബിരിയാണി കിട്ടത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയ ഈ ബിരിയാണി. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ബീഫിനുള്ള മസാലയൊന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫിനുള്ള മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ. പിന്നെ ഒരു 4 പച്ചമുളകും, അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് വെച്ചതാണ്. അത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 തക്കാളി. ആദ്യം ഞാൻ കുക്കറൊന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറുവാപ്പട്ട എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും അതേപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് ഇപ്പോൾ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. രാത്രിയിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പം വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സവാളയായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഈ ഗരം മസാലയുടെ ആ സ്മെല്ലും എല്ലാം നന്നായിട്ട് ഈ സവാളയിലേക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ആ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതേപോലെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുമാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഇടുന്ന ആവശ്യമില്ല, ദം ബിരിയാണിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ മുളക് പൊടി ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ട് വഴറ്റി അത് വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു മണവും രുചിയൊക്കെയാണ് ഈ മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ. നമുക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിനി ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വേവിക്കാത്ത ബീഫാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ വേവിച്ച ബീഫും ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഈ വേവിക്കാത്ത ഇറച്ചി ചേർത്ത് മസാലയാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ നെയ്യ് ആ മസാലയ്ക്കകത്ത് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഒരുപാട് നെയ്യ് നമ്മൾ അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഈ ബീഫ് ബിരിയാണിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ബീഫിൻ്റെ നെയ്യും കൂടെ കൂടെ ചേരുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മസാലയ്ക്കകത്ത് തന്നെ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തേച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പം ബീഫിന് നല്ല മസാലയുടെ സ്മെല്ലും എല്ലാം നന്നായിട്ടങ്ങ് പിടിക്കും. എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു സ്വാദാണ്. നമ്മുടെ ഇറച്ചി പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇറച്ചി മസാലയ്ക്ക് നല്ലൊരു സ്വാദും കിട്ടും. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പം അതിനനുസരിച്ച് വേണം പിന്നീട് ഉപ്പ് ചേർക്കാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി വന്ന ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകിൻ്റെയും ചതച്ച മിശ്രിതമാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി ചോറ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ 1 കിലോ ബസുമതി റൈസാണ് വെള്ളത്തിലിട്ട് കുതുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഇവിടെ മസാല തയ്യാറാക്കാം. ചോറിന് വേണ്ടിയുള്ള മസാലയാണ് ഒരു സവാള, അതേപോലെ കറുവാപ്പട്ട ഒരു 2-3 കഷ്ണം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ നമ്മുടെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരു 4-5 എണ്ണം, പിന്നെ കുരുമുളകും അതേപോലെ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്ക, പിന്നെ തക്കോലം. അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് ചോറ് തയ്യാറാക്കാൻ പോകുന്നത്. ചോറ് ഞാൻ വറ്റിച്ചെടുക്കുകയാണ്, ഊറ്റിയെടുക്കുകയല്ല. അപ്പം അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടായി വന്നപ്പോഴേ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതായത് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ കണ്ടല്ലോ.
അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും ചേർത്ത് കൊടുക്കാം. അരിയും ചേർത്ത് നന്നായിട്ടിത് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നൊക്കെ രീതിയിൽ അരിയൊന്ന് വറുത്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നല്ലൊരു സ്മെല്ല് വരും, ബിരിയാണിയുടെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതുപോലെ വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബിരിയാണി ഒരുപാടങ്ങ് വെന്ത് പോകത്തുമില്ല, ഒട്ടിപ്പിടിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഈ വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അരി ഇവിടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും നല്ല ചൂടുവെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കണം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം, പിന്നീട് നമുക്ക് ചേർക്കാൻ ഒക്കത്തില്ല. അപ്പം ഞാൻ നോക്കിയപ്പം ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് അതേപോലെ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് ഒരു 15 മിനിറ്റത്തേക്ക് തുറക്കരുത് കേട്ടോ. ഇതേപോലെ വെച്ചേക്കണം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും. വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വെറ്റായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അത് ആവി അങ്ങ് മാറുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പരുവത്തിന് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ അടിയിൽ നിന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ഇവിടെ നന്നായിട്ട് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കേണ്ട കാര്യമില്ല. ഇതേപോലെ തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ആ ഉള്ള ഈർപ്പം അങ്ങ് വലിഞ്ഞോളും. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളമെല്ലാം ഇതിൻ്റെയും ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഉണ്ടായിരുന്നു കുറച്ച്, ഞാൻ വറ്റിച്ചെടുത്തതാണ് കേട്ടോ. ഇതേപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഇറച്ചി മസാല മാറ്റിയിട്ട് ലെയറായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇറച്ചിയുടെ മസാല അങ്ങ് അടിയിലിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് അങ്ങ് ചോറങ്ങ് നിറയ്ക്കുകയാണ് കേട്ടോ, ഫില്ല് ചെയ്യുകയാണ്. കാരണം ഒരുപാടൊന്നും ഇല്ലല്ലോ, ആകെപ്പാടെ നമ്മുടെ 1 കിലോയുടെ അരിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചോറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്ക്കകത്ത് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 പിടി മല്ലിയില ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് മല്ലിയില മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റത്തേക്ക് ഒന്ന് ആവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിൽ ഒന്ന് ആവി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സെറ്റായി കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. ഞാൻ പറയട്ടില്ലേ, രാത്രിയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ചൂടാക്കി കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.